മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന സംവിധായകനാണ് ദിലീഷ് പോത്തൻ. പോത്തേട്ടൻ ബ്രില്യൻസ് എന്ന രീതിയിൽ തന്നെ മലയാളികൾ വല്ലാതെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറും കൂടെയാണ് ദിലീഷ് പോത്തൻ. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അഭിനയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം സംവിധാനം ചെയ്ത അവസാന സിനിമ ജോജി ആയിരുന്നു. അത് OTT-യിൽ റിലീസ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ 3 സിനിമകളും വലിയ രീതിയിൽ മലയാളികൾ ഒരു റെഫറൻസ് പോലെ കാണുന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ മഹേഷിന്റെ പ്രതികാരം മലയാളത്തിലെ വലിയൊരു പാത്ത് ബ്രേക്കിംഗ് മൂവിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള തൊണ്ട് മുതലും ദൃക്സാക്ഷിയുമായിരുന്നു. അതും അതുപോലെ തിയേറ്ററിൽ സ്വീകരിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു. പിന്നെ ജോജി വരികയുണ്ടായി. ഈ 3 സിനിമകളും മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളുടെ കൂട്ടത്തിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ തന്നെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അദ്ദേഹം ചെയ്യുന്ന സിനിമകളിൽ ഡീറ്റെയിലിംഗ് വളരെ കൂടുതലായിരിക്കും. ഒരു സീരിയലാണെങ്കിലും ഒരു ക്യാരക്ടറിന്റെ കാര്യത്തിലാണെങ്കിലും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം വളരെയധികം ഡീറ്റെയിലിംഗ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ ലാലേട്ടനോടൊപ്പമാണ്. ലാലേട്ടനെ നായകനാക്കി അദ്ദേഹം ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ള റൂമർ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ലാലേട്ടനുമായി അടുത്ത വൃത്തങ്ങൾ ആ ഒരു വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരിക്കും നിർമ്മാണം എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഷിബു ബേബി ജോണിന്റെ പേരും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷന്റെ സൈഡിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏത് ബാനറിലാണെങ്കിലും ലാലേട്ടനും ദിലീഷ് പോത്തനും ഒരുമിക്കുന്ന ഒരു സിനിമ മലയാളികളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതീക്ഷയാണ്. ഈ സിനിമ എന്തായാലും സംഭവിക്കട്ടെ. ലാലേട്ടൻ ഇപ്പം തുടരെ പുതിയ സംവിധായകരുമായിട്ട്, അദ്ദേഹം ഇതുവരെ അസോസിയേറ്റ് ചെയ്യാത്ത സംവിധായകരുമായിട്ട് ചേർന്ന് സിനിമകൾ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്ന സിനിമകളിൽ പലതും നമ്മളൊരു പക്ഷേ ഒരുപാട് ആഗ്രഹിക്കുന്ന കോംബോയിലുള്ള സിനിമകളാണ്. എന്തായാലും ദിലീഷ് പോത്തനോടൊപ്പം ലാലേട്ടൻ ഈ ഒരു സമയത്ത്, അതായത് ദിലീഷ് പോത്തന്റെ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ അത് മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഒരു സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.